പക്കോട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് അതിനകത്ത് നിന്ന് ചെറിയ എല്ലില്ലാത്ത പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടലമാവ് ചേർക്കാം. ഞാനിപ്പോൾ അരക്കപ്പാണ് ചേർക്കുന്നത്. പിന്നെ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാവ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഞാനിതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട്. പച്ചമുളക് വേണമെങ്കിൽ 1-2 എണ്ണം ചെറിയ പീസായിട്ട് മുറിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ആദ്യം ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഈ ചിക്കനിലേക്ക് കടലമാവും സവോളയും അതുപോലെ നമ്മൾ ചേർത്ത പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പക്കോട തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കടലമാവ് കൂടിപ്പോകരുത്. അങ്ങനെ വന്നാലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ആ മാവായിരിക്കും പക്കോടയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുമ്പോഴാണ് പക്കോടയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്ത് ചേർക്കുന്ന കടലമാവ് ശരിക്കും ചിക്കനിൽ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യണം. പിന്നെ ഈ സവോളയെല്ലാം ചിക്കനിലോട്ട് കുറച്ചൊന്ന് ഒട്ടിയിരിക്കണം. അതിന് ആവശ്യമുള്ള അത്ര കടലമാവ് മാത്രം ചേർത്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ കുറച്ചൊരു നനവ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകാതെ നോക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു നനവിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊരു നനവ് വന്നിട്ടുണ്ട്, ഇത് മതിയാവും. ഇനി നിങ്ങൾ ഇതിനകത്തുനിന്ന് ഒരു പീസ് ചിക്കനും കുറച്ച് സവോളയും കൂടി ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പം കുറച്ച് കടലമാവിൻ്റെ കുറവുണ്ട്. ശരിക്കും ആ ചിക്കനിൽ ആവശ്യത്തിന് കടലമാവ് പിടിച്ചിട്ടില്ല. അതുപോലെ സവോളയും നന്നായിട്ട് ഒട്ടിയല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമുക്ക് കുറച്ചും കൂടി മാവ് ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരല്പം കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. അത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ആദ്യം 1/2 കപ്പ് കടലമാവും പിന്നെ 2 ടേബിൾ സ്പൂണുമാണ് ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളൊരു ചിക്കൻ പീസും പിന്നെ കുറച്ച് സവോളയും കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിക്കനിൽ ആവശ്യത്തിന് കടലമാവ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ സവോള എല്ലാം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. ഇനി ഇപ്പോൾ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വറുക്കാൻ ആവശ്യമുള്ളത്ര എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു പീസ് ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് സവോളയും കൂടി ഒരുമിച്ചൊന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഷേപ്പ് ഒന്നും പ്രശ്നമില്ല. ജസ്റ്റ് സവോളയും ചിക്കനും കൂടി ഒരുമിച്ച് ഇതുപോലെ ഇട്ടാൽ മതി. ഒരു പീസ് ചിക്കൻ എടുത്താൽ മതി. ഇനി നിങ്ങളിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. തീ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ആവശ്യത്തിന് വേവില്ല. പുറമേയുള്ള ഉള്ളിയൊക്കെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. ചിക്കൻ വേവാനായിട്ട് ഒരുപാട് സമയം എടുക്കില്ല, കാരണം ചെറിയ പീസാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 5 മിനിറ്റ് മാക്സിമം അത്രേ എടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യരുത്, അത് ഉള്ളിൽ കട്ടിയായിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്യുക. ഒരുപാട് സമയം ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാക്സിമം ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. ഇത് നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്ര ആയാൽ മതി. ഇതിൽ കൂടുതൽ ബ്രൗൺ ആവണ്ട. ചെറിയൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്, അത് മതിയാവും. ഈ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് വേറൊരു ബൗളിലിട്ട് വെക്കാം. ഞാനൊരു ബൗളിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പക്കോടയും ഫ്രൈ ചെയ്തെടുക്കാം.
അടുത്തതായിട്ട് നമുക്ക് ചായ തയ്യാറാക്കാം. ചായ തന്നെ പല രീതിയിൽ ചെയ്യാറുണ്ട്. ചിലർ കട്ടൻ ചായ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കാറുണ്ട്. ഞാനിന്നിപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണ ചെയ്യുന്ന രീതിയിലാണ് ചായ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പാലിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് പഞ്ചസാരയും തേയിലപ്പൊടിയും ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടി പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കപ്പിലോ ഗ്ലാസ്സിലോ വേണമെങ്കിലും ഇത് അളന്നെടുക്കാം. ഞാൻ അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും നിങ്ങളുടെ താല്പര്യം പോലെ വ്യത്യാസം വരുത്താം. ചിലർക്ക് പാല് കൂടുതലുള്ള ചായ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. അതല്ല വെള്ളവും പാലും ഒരേ അളവിലാണ് വേണ്ടെങ്കിൽ 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും എടുത്താൽ മതി. ഞാൻ ഇന്നിപ്പോൾ 1 കപ്പ് പാലിന് 3/4 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഈ ചായ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ കട്ടി കുറഞ്ഞ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ അവസാനം ചായക്ക് വെള്ളത്തിൻ്റെ ചുവയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് ചായ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഈ പാലും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലും 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയും 4 ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏലക്കയും ഇഞ്ചിയും കൂടി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. പാല് തിളയ്ക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ ഇഞ്ചിയും ഏലക്കയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവർ ആ പാലിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാരയും തേയിലപ്പൊടിയും ചേർക്കുന്നത്, ചായപ്പൊടിയും ചേർക്കുന്നത്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന പഞ്ചസാരയുടെയും തേയിലപ്പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര മധുരം വേണം, അതുപോലെ എത്ര കടുപ്പം വേണം എന്നൊക്കെ അനുസരിച്ച് മാറ്റം വരുത്തണം. പാല് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. എനിക്ക് ചായക്ക് നല്ല മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് തേയിലപ്പൊടി ഇടാം. തേയിലപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചായക്ക് എത്ര കടുപ്പം വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി ഇടണം. ഞാൻ ഉപയോഗിക്കുന്നത് താജ്മഹലിൻ്റെ തേയിലപ്പൊടിയാണ്. അത് അധികം കടുപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3.25 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പക്ഷെ ചില തേയിലപ്പൊടിയൊക്കെ ഒരു 1-2 ടീസ്പൂൺ ഇടുമ്പോൾ തന്നെ ചായക്ക് നല്ല കടുപ്പം വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കടുപ്പം പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടി തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട. നന്നായിട്ട് ഒരു തവണ തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സമയത്ത് നിങ്ങൾ നോക്കണം. കടുപ്പം കുറവാണെന്ന് തോന്നിയാൽ പിന്നെയും കുറച്ചും കൂടി തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്കിത് കറക്റ്റാണ്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ചായ നമുക്കൊരു കപ്പിലോട്ട് അരിച്ചൊഴിക്കാം. ഞാനിത് കപ്പിലോട്ട് ഒഴിക്കുന്ന, അതായത് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലോട്ടല്ലാതെ കപ്പിലോട്ട് ഒഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചായ എപ്പോഴും ഒരു 4-5 തവണ ഒന്നിങ്ങനെ അടിച്ചെടുക്കണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കില്ലേ ചായ, അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ അടിച്ചെടുക്കുന്ന ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ചെയ്ത് തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ഈ ചായ വേറൊരു കപ്പിലോട്ട് ഇങ്ങനെ ഒഴിക്കുവാണ്. നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചൊഴിക്കണം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 തവണ ചെയ്യണം. അപ്പോൾ ചായ ഞാനിങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുടിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അളവിനാണെങ്കിൽ 2 ചെറിയ ഗ്ലാസ് ചായ ഉണ്ടാവും. അപ്പോൾ ചായ റെഡിയാണ്. അതുപോലെ നമ്മുടെ ചിക്കൻ പക്കോടയും റെഡിയാണ്. അപ്പോൾ നല്ല ചൂട് ചായയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോടയുമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. പക്കോട കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ചായ തയ്യാറാക്കുന്ന റെസിപ്പി വേണം എന്ന് പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കോമ്പിനേഷൻ വീഡിയോ ആയിട്ടിട്ടത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.